പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം മാറിയതോടെ രാജ്യത്ത് വാണിജ്യ LPGക്കുള്ള നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. സംഘർഷ സാഹചര്യത്തിന് മുൻപുള്ള സാഹചര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. എന്തായാലും LPG പ്രതിസന്ധി ഒഴിഞ്ഞതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കുറയുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തവർ അത് തുടരണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നീക്കിയെന്നറിയിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഔദ്യോഗികമായി കത്തയച്ചു. വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുൻപുള്ള നിലയിലേക്ക് സ്ഥാപിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തീരുമാനിച്ചതോടെ ഹോട്ടൽ, റെസ്റ്റോറന്റ് മേഖല ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വലിയ ആശ്വാസമാകും. പ്രതിസന്ധിക്ക് മുൻപുള്ള ഉപഭോഗത്തിന്റെ 50% വരെ വിതരണം പുനഃസ്ഥാപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിച്ചതോടെയാണ് രാജ്യത്തെ LPG പ്രതിസന്ധി നീങ്ങിയത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണ നിയന്ത്രണവും വിലവർധനവും കാരണം ഹോട്ടൽ ഭക്ഷണത്തിനടക്കം വലിയ തോതിൽ ചിലവേറിയിരുന്നു. മാത്രവുമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്കായി പാചകവാതക ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിനാണ് വാണിജ്യ LPG വിതരണത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വാണിജ്യാവശ്യങ്ങൾക്കായി ദീർഘകാല പരിഹാരമെന്ന നിലയിൽ PNG അഥവാ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷനിലേക്ക് മാറണമെന്ന നിർദ്ദേശം കേന്ദ്രം ആവർത്തിച്ചിട്ടുണ്ട്. PNG കണക്ഷൻ നിലവിലെടുത്തവർ അത് തുടരണമെന്നും കേന്ദ്രം അറിയിച്ചു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ മാസം 9-ന് കേന്ദ്ര സർക്കാർ വൻ വെട്ടിക്കുറവ് വരുത്തിയിരുന്നു. ഒരു വർഷം ലഭിച്ചിരുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം 4 പരിമിതപ്പെടുത്തിയത് അങ്ങനെ തന്നെ തുടരും. പാവപ്പെട്ട കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ ശരാശരി വാർഷികോപയോഗം കണക്കിലെടുത്താണ് ഈ പുതിയ പരിഷ്കരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, അമൃത TV.